ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ദൈവം ഒരു ദിവസം കൂടി ദാനമായിട്ട് നമുക്ക് നീട്ടി തന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതം. നല്ല ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന പാനപാത്രം സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞതുപോലെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തീർച്ചയാണ് ഇന്നത്തെ പ്രത്യേക നിയോഗമായിട്ട് ദൈവം ഇന്നോളം നമ്മളെ കാത്തുപരിപാലിച്ചു, പോറ്റി വളർത്തി. കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തെ, കാരുണ്യത്തെ, ഒരുപക്ഷെ പ്രതിസന്ധികളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, രോഗപീഠകളായിരിക്കാം, പക്ഷേ എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷാകവചമായി, അഭയമായി, അനുഗ്രഹമായി, അഭിഷേകമായി, കൃപയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് ഇന്നോളം നമ്മളെ സംരക്ഷിച്ചു, പരിപാലിച്ചു. ആയുസ്, ആരോഗ്യം, കൃപയും. അനേകം മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നുവെങ്കിൽ, ദൈവമക്കളെ, നമുക്ക് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് ഇരുതലവാളാകുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. അതിലുപരി കർത്താവിൻ്റെ വചനം അഗ്നിപ്പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. സമുദ്രത്തിൽ വഴിവെട്ടി പെരുവെള്ളത്തിൽ പാതയൊരുക്കിയ ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നതിന് മാത്രമാണ്. ആയുസ്സും ആരോഗ്യം, കൃപയും തന്ന് നമ്മളെ അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് നന്ദി പറയാം. ഒരുപക്ഷെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദുർഘടമായിരിക്കാം, പ്രതികൂലത്തിൻ്റെതായിരിക്കാം, നിരാശയുടെ ആയിരിക്കാം, എല്ലാം തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. സാഹചര്യങ്ങളെ, അവസ്ഥകളെ മാറ്റാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം. ആ ദൈവം നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഇരുതലവാളാകുന്ന വചനം. ആ യേശുനാമത്തിന് ശക്തി കൊട്ടകെട്ടി നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും, മുന്നോട്ട് നയിക്കും. നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മെ, നമ്മുടെ കുടുംബത്തെയും, ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് മിഷനറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾ, രക്ഷാകര പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന മക്കൾ, ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പടപൊരുത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദൈവമായ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാറ്റമില്ലാത്ത ഈ ദൈവത്തിൻ്റെ വചനം എല്ലാ അടിമത്തത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന്, എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, എല്ലാ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന്, കാറ്റിനെ, തിരമാലകളെ ശാസിച്ച ദൈവമുണ്ടെങ്കിൽ ആ യേശു നമ്മുടെ ജീവിതമാകുന്ന പടവിൽ അനുഗ്രഹത്തിൻ്റെ വാഗ്ദാവായിട്ട് കടന്നു വരും. നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, കൃപയുടെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ, വിമോചനത്തിൻ്റെ ദിവസമാക്കി, നിമിഷമാക്കി, മണിക്കൂറാക്കി മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണുന്നവരെ, കേൾക്കുന്നവരെ, അറിയുന്നവരെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളും യേശുക്കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മുന്നിൽ തീർച്ചയാണ്. നല്ലൊരു ദിവസം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ വലിയ അനുഗ്രഹത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, ദൈവനാമത്തിൻ്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണ കൊട്ടകെട്ടി, വചനത്തിൻ്റെ കൊട്ടകെട്ടി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം.